ബോർഡ്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ രാഷ്ട്രീയ നിയമനം ലഭിച്ചവർ രാജിവെക്കണമെന്ന് CPI-യും CPIM-ഉം നിർദ്ദേശം നൽകി. പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് പലരും രാജിവെച്ച് തുടങ്ങിയിട്ടുമുണ്ട്. റസൂൽ പൂക്കുട്ടിയോടും കുക്കു പരമേശ്വരനോടും ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് രാജിവെക്കണമെന്ന് നിർദ്ദേശം നൽകി. ചലച്ചിത്ര ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഒഴിയാൻ മധുപാലിനോടും പറഞ്ഞിട്ടുണ്ട്. CPI അടുത്ത സർക്കാർ വരുന്നതിന് മുൻപായി രാജിവെക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. റഹീസ് റഷീദ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. റഹീസ്, ഈ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഒരു ഭരണം, CPM-ന്റെ LDF-ന്റെ ഒക്കെ ഒരു ഭരണം, അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യമുള്ള ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ, ഇടതുപക്ഷ സഹയാത്രികരൊക്കെ പ്രധാനപ്പെട്ട പോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അവരവിടെ കുറേ നാളുകളായി തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോൾ 10 വർഷം കഴിഞ്ഞു, ഭരണം മാറുന്നു. അപ്പോൾ ഈ പതിയെ അങ്ങ് ഇറങ്ങിക്കോളൂ, UDF-ന്റെ വേണ്ടപ്പെട്ട ആളുകൾ അതേ സ്ഥാനത്തേക്ക് വീണ്ടും വരും, അങ്ങനെയാണോ? ഷിഹാസ്, ഭരണം മാറിയ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നിയമനം കിട്ടിയ നേതാക്കളെല്ലാം ബോർഡ്, കോർപ്പറേഷൻ പദവികൾ രാജിവെക്കണമെന്ന നിർദ്ദേശം CPIM-ഉം CPI-യും നൽകിക്കഴിഞ്ഞു. ഇടതുപക്ഷത്തെ മറ്റു പാർട്ടികളും സമാന നിർദ്ദേശം നൽകി. പുതിയ സർക്കാർ അധികാരമേൽക്കാൻ കാത്തു നിൽക്കണ്ട, അതിനു മുമ്പ് തന്നെ രാജിക്കത്ത് നൽകാനുള്ള നിർദ്ദേശമാണ് അതാത് പാർട്ടികൾ നേതൃസ്ഥാനത്തുള്ളവർക്ക് നൽകിയിട്ടിരിക്കുന്നത്. പലരും രാജിക്കത്ത് നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ ശോഭന ജോർജ് ഔഷധിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ആ തരത്തിലുള്ള രാജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമിയിൽ റസൂൽ പൂക്കുട്ടിയും ചെയർമാനും കുക്കു പരമേശ്വരൻ വൈസ് ചെയർപേഴ്സണുമായിട്ടുള്ള ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞ രാഷ്ട്രീയ നിയമനം ആണെങ്കിൽ പോലും റസൂൽ പൂക്കുട്ടിയെ പോലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ തുടരാനുള്ള ഒരു സാധ്യതകൾ കൂടി ഒരുപക്ഷെ കണ്ടിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് എന്ന് തോന്നുന്നു റസൂൽ പൂക്കുട്ടിയോടും കുക്കു പരമേശ്വരനോടും മധുപാൽ അടക്കമുള്ള ആളുകളോടും അവരവർ വഹിക്കുന്ന പദവിയിൽ നിന്ന് രാജിവെക്കണം എന്ന നിർദ്ദേശം CPIM നൽകിയിട്ടുണ്ട്. ശരി റഹീസ്, അപ്പോൾ എന്തായാലും രാഷ്ട്രീയ നിയമനങ്ങൾ, ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ബോർഡ്, കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പതിയെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, മാറിക്കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ UDF-ന്റെ ഏറ്റവും അടുത്ത അനുഭാവികളായിട്ടുള്ള ആളുകളായിരിക്കും പകരം ഈ സ്ഥാനത്തേക്കൊക്കെ വരിക.